പ്രകാശ, നിന്റെ മുഖം എന്താ കടന്നല് കുത്തിയ പോലെ? കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ആയില്ലേ? എല്ലാവരും കൂടി തോന്നിവാസത്തിന് കൂട്ടുന്നു പറയുന്നതായിരിക്കും ശരി. അതിന് പ്രകാശനം കിട്ടില്ല. പ്രകാശ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് പരിഹാരം കാണണം. എല്ലാവരോടും ആലോചിക്കാൻ പറ്റാത്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം. അതിന് നീ അടക്കമുള്ളവർക്ക് എന്നോട് ദേഷ്യമുണ്ടെന്നും എനിക്കറിയാം. ഒരുപാട് പ്രാവശ്യം കല്യാണം മുടങ്ങിപ്പോയവളാ അവള്. ഇങ്ങനൊരു പ്രശ്നം കൂടി വന്നപ്പോ അവൾ ആകെ തകർന്നുപോയി. ഇന്നലെ ഒരു രാത്രി കടന്നു കിട്ടുന്നവരെ എനിക്ക് പേടിയായിരുന്നു. ഒരു നിമിഷത്തെ ബുദ്ധിമോശത്തിന് എന്തെങ്കിലും അവള് കാണിച്ചു കൂട്ടുമെന്നുള്ള ഭയം. വേണ്ട, കൊലപാതകയ്ക്കും കാണുമല്ലോ ഒരു 100 ന്യായങ്ങൾ പറയാനൊക്കെ. അച്ഛന്റെ കുമ്പസാരം കേൾക്കാനേ എനിക്ക് സമയമില്ല, സൗകര്യമില്ല. കുറുപ്പിന്റെ വീട്ടുകാരെ മോളെ കെട്ടിലമ്മയായി തോളത്ത് കയറ്റിയിരുത്തുവെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ഈ നിൽക്കുന്ന ഇളയ മകൻ കുറുപ്പിന്റെ മോളെ പ്രേമിച്ചു കൊണ്ടുവന്നിട്ട് എന്തായി? രണ്ടും രണ്ടിടത്തായില്ലേ? അത് തന്നെയാ ഈ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പ്രകാശ, നിന്റെ കൂടെപ്പിറപ്പാ വന്ദന. അവളെ അനുഗ്രഹിച്ചില്ലെങ്കിലും നീ ശപിക്കരുത്. ഒന്ന് വായടയ്ക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. പ്രകാശേട്ടാ, പ്രകാശേട്ടാ നിക്ക്.